കന്യാദാനം സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശേഖരന്റെ ഫോട്ടോ പത്രത്തിൽ കാണുന്ന ഭാനുവമ്മ പത്രവുമായി സുശീലയെ കാണിക്കാനായി വരുന്നു. സുശീല കാണുന്നതിന് മുൻപ് സത്യനും സോനയും ശ്യാമും കാണുന്നു. ഇയാളെ പരിചയമുണ്ടോ എന്നറിയാനാണ് ഞാൻ വന്നതെന്ന് ഭാനുവമ്മ പറയുന്നു. ഇതാരാ ഭാനുവമ്മയെന്ന് സത്യൻ ചോദിക്കുന്നു. ഇയാൾ സുശീലയുടെ ഭർത്താവ് ശേഖരനെ പോലെ ഉണ്ട്. അതൊന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. സുശീലയെ കൊണ്ടുപോയി സത്യൻ പത്രം കാണിക്കുന്നു. ഇയാളെ അമ്മയ്ക്കറിയുമോ? എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഭാനുവമ്മയ്ക്ക് കാര്യം മനസ്സിലായി. ഇപ്പോൾ മനസ്സിലായി, ഇത് ശേഖരൻ തന്നെയാണെന്ന് ഭാനുവമ്മ പറയുന്നു. ഇയാൾ ശേഖരനെ പോലെ ഉണ്ട്, ഏതോ ഒരു കള്ളനാണ് എന്ന് തന്നെ സുശീല പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ പറയാനായി ഇങ്ങോട്ടാരും വരരുത് എന്ന് ഭാനുവമ്മയെ നോക്കി പറഞ്ഞ് സുശീല പോകുന്നു. ഭാനുവമ്മ സത്യനോട് ചോദിക്കുന്നു, ഇന്ദ്രൻ ഈ പത്രവാർത്ത കണ്ടോ എന്ന്. കണ്ടു, അയാളെ ബന്ധുക്കൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നറിഞ്ഞപ്പോൾ പിന്നൊന്നും ഇന്ദ്രേട്ടൻ പറഞ്ഞില്ല. സുശീല ഇന്ദ്രന്റെ സ്വന്തം അമ്മ പോലുമല്ല. എന്നിട്ടും ഇന്ദ്രൻ എന്തിനാണ് സ്വന്തം അമ്മ അല്ലാത്ത സുശീലയ്ക്ക് വേണ്ടി സ്വന്തം അച്ഛനെ ഉപേക്ഷിക്കുന്നത്? ശേഖരൻ കടം വീട്ടാനും ജീവിക്കാനും വേണ്ടിയാണ് ഗൾഫിലേക്ക് പോയത്. കഷ്ടകാലം കൊണ്ട് അയാൾ ഗൾഫിൽ ജയിലിലുമായി. അതെന്തുകൊണ്ടാണ് സുശീലയും മക്കളും മനസ്സിലാക്കാത്തത്? നേരെ മറിച്ച് ശേഖരൻ ഇന്നൊരു കോടീശ്വരനായി സുശീലയെ കാണാൻ വന്നെങ്കിൽ ഇതേ സുശീല 2 കൈ നീട്ടി സ്വീകരിക്കുമായിരുന്നു. അനുപമ എന്തായാലും ശേഖരനെ കൈവിടില്ല. ഇന്ദ്രനെ അറിയിക്കാതെ ദാസാറും അനന്തൻ മാഷും ശേഖരനെ സംരക്ഷിക്കുമെന്ന് പറയുന്നു. സുശീലയ്ക്ക് ഇപ്പോഴും ആരാണ് ശേഖരനെ സംരക്ഷിക്കുന്നതെന്ന് അറിയില്ല. ശേഖരന്റെ മറ്റേതെങ്കിലും ഭാര്യ കൊണ്ടുപോയതാകുമെന്നാണ് സുശീലയുടെയും ഹർഷയുടെയും കണ്ടെത്തൽ. തളർച്ച മാറിയ ഹർഷയ്ക്ക് വലതുകൈ മാത്രം അനക്കാൻ പറ്റുന്നില്ല. ഹർഷയുടെ നാവാണ് അനക്കാൻ പറ്റാതിരുന്നതെങ്കിൽ അവളുടെ കയ്യിൽ നിന്നും സുശീലയെങ്കിലും രക്ഷപ്പെടുമായിരുന്നു. അനന്തൻ മാഷും ദാസാറും കൂടി സുശീലയുടെ വീട്ടിലേക്ക് ശേഖരനെ കൊണ്ടുവരുന്നു. അപ്രതീക്ഷിത തിരിച്ചടിയാണ് സുശീലയ്ക്ക് അവർ കൊടുത്തത്. ഇയാളെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് സുശീല ചോദിക്കുന്നു. കടബാധ്യതയും 3 കുട്ടികളെയും എന്റെ കയ്യിൽ ഏൽപ്പിച്ച് ഇയാൾ കടന്നു കളഞ്ഞതാണ്. ഇനി ഇയാളെ ചുമക്കേണ്ട കാര്യം എനിക്കില്ല. ഈ വീട്ടിൽ ഇയാളെ കയറ്റി താമസിപ്പിക്കുകയുമില്ല. സുശീലയ്ക്ക് ശേഖരനെ വേണ്ട, മക്കളായ നിങ്ങൾക്കോ എന്ന് സത്യനോട് അനന്തൻ മാഷി ചോദിക്കുന്നു. അനുപമയും ഇന്ദ്രനും അവിടെ ഇല്ല എന്ന് തോന്നുന്നു. ശേഖരനെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളാം. പക്ഷേ ഒന്ന് മാത്രം സുശീല പറയണം, ശേഖരൻ സുശീലയുടെ ഭർത്താവും ഇവരുടെ അച്ഛനുമാണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇത് കേട്ട സുശീല ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. രഘുവിന്റെ മദ്യപാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അമ്പിളിയും മദ്യപാനം തുടങ്ങുന്നു. രഘു എന്നിട്ടും മദ്യപാനം അവസാനിപ്പിക്കുന്നില്ല. ആമി ആദിത്യനെ ജയിലിൽ പോയി കാണുന്നു. ഒരു സ്വർണ്ണക്കള്ളക്കടത്തുകാരനാണ് നിങ്ങളെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് ആമി പറയുന്നു. എനിക്കങ്ങനെ ഒരു തെറ്റുപറ്റിപ്പോയി എന്ന് ആദിത്യൻ പറയുന്നു. ഞാനും കുഞ്ഞും നിങ്ങളുടെ ഈ ജോലി കാരണം ഒരുപാട് അനുഭവിച്ചു. ഇനി ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ആമി പോകുന്നു. ജയിലിൽ കിടക്കുന്ന ആദിയെ ഈ സമയത്ത് ആമി ഉപേക്ഷിക്കരുതായിരുന്നു. ആദിത്യനെ ഇനി ആര് ജാമ്യത്തിലിറക്കും? വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.